നിനക്ക് എന്താണ് എന്നോട് മിണ്ടിയാല്? അതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ? കുക്കി, നമുക്ക് നാളെ സംസാരിക്കാം. അതൊന്നും പറ്റില്ല, എനിക്ക് ഇപ്പൊ സംസാരിക്കണം. നിനക്കറിയോ എനിക്ക് എൻ്റെ ഇച്ചാനെ എന്തുമാത്രം ഇഷ്ടമാണെന്ന്? എനിക്കറിയാം. ജോണിനെ അല്ലേ? ജൂണേട്ടനോ? ജൂണേട്ടൻ എനിക്ക് എൻ്റെ ഏട്ടനെ പോലെയാ. ഞാൻ പറഞ്ഞതിൻ്റെ ടേച്ചായൻ്റെ കാര്യമാ. അതായത് നീ വെള്ളം അടിച്ച് വെളിവില്ലാതെ ഒരുന്ന് പറയില്ലേ കുക്കി? ആരാണ് പറഞ്ഞ എനിക്ക് ബോധമില്ലെന്ന്? എനിക്ക് നിന്നെയാ ഇഷ്ടം, മനസ്സിലായോ? പിന്നെ നീ എന്തിനാ ഡോണയോട് ജോണിനെ ഇഷ്ടം എന്ന് പറഞ്ഞേ? അത് ഞാനും ജിന്നേട്ടനും തമ്മിലുള്ളൊരു ഡീലായിരുന്നു. ഡീലോ? എന്ത് ഡീല്? അതെന്താന്ന് വെച്ചാലേ, ജിന്നേട്ടന് ജൂണേട്ടനെ ഇഷ്ടമാണെന്ന്, പക്ഷെ പറയാൻ പേടിയാ. ജൂണേട്ടനോട് പറയാൻ ധൈര്യം കിട്ടുന്നത് വരെ ജൂണേട്ടനെ വേറെ പെൺപിള്ളേരും നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചത്. പകരം എനിക്ക് ബനാന മിൽക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ബനാന മിൽക്കിൻ്റെ പേരും പറഞ്ഞ് ഞാനെപ്പോഴും ജൂണേട്ടൻ്റെ കൂടെ തന്നെ നടന്നേ. ഒരു പെൺപിള്ളേർ വരുമ്പോൾ അതുങ്ങളെല്ലാം ഓട്ടിച്ചു വിടാൻ വേണ്ടി. എടാ കള്ള കാമുക, നിനക്ക് ശരിയാക്കി തരാം. നാളെ ഞാൻ കോളേജിൽ വരട്ടെ. അല്ല, അതിന് നീ എന്തിനാ ഡോണയോട് അങ്ങനെ പറഞ്ഞത്? ഞാനാദ്യം അങ്ങനെ പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ അവളുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണമെന്ന് തോന്നി, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. അപ്പോ ശരിക്കും നിനക്ക് എന്നെയാണോ ഇഷ്ടം? അതെ, എനിക്ക് എൻ്റെ ഇച്ചായനെയാ ഇഷ്ടം. നീ വന്നേ, സമയം എത്രയായി? വീട്ടിൽ അന്വേഷിക്കും. എന്നെ ആരും അന്വേഷിക്കില്ല. ഇച്ചായനിങ്ങ് വന്നേ. എന്തിനാ? ഇങ്ങ് വന്നേ. ഏയ്, അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവട്ടെ? ഇങ്ങോട്ട് വന്നില്ല ഞാൻ അങ്ങോട്ട് വരും. കുക്കി, നീ കളിക്കല്ലേ. വേണ്ട. വേണം. കുക്കി, ഇത് ശരിയാവില്ല. നീ മിണ്ടാതിരിയടാ ഇച്ചായ. ആയോ? നീ എന്റെ റൂമില്? നിന്റെ റൂമോ? ശരിക്കും നീ ഒന്നുകൂടെ നോക്കിയേ. അപ്പൊ ഞാൻ എങ്ങനെ എവിടെ എത്തിയേ? സത്യം പറ, നീ എന്നെ തട്ടിക്കൊണ്ടുവന്നതല്ലേ? പിന്നെ തട്ടിക്കൊണ്ടുവരാൻ പറ്റിയ ഒരു മുതല്. വാങ്ങി ചുറ്റുന്ന ആക്കുള്ള നിന്നെ ആര് തട്ടിക്കൊണ്ടുപോകാനാ? അത് മാത്രമല്ല, അപ്പുറത്തെ വീട്ടിലുള്ള നിന്നെ ഞാനെന്തിനാ എൻ്റെ വീട്ടിലേക്ക് തട്ടിക്കൊണ്ടുവരുന്നേ? ഞാൻ പോവാ, അങ്ങോട്ട് മാറി. ദൈവം, എന്റെ ഡ്രസ്സ്. നീ എന്താണ് എന്നെ ചെയ്തേ? ഞാനോ? ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല. എല്ലാം ചെയ്തത് നീയാ. ഞാൻ ഇന്നലെ വീട്ടിലിരുന്ന് കുടിക്കാൻ കുപ്പി എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ഞാനെങ്ങനെ ഇവിടെ വന്നേ? അപ്പൊ ഒന്നും ഓർമ്മയില്ല അല്ലേ? എങ്ങനെ ഓർമ്മ വരും? അതുപോലെ ഓവറായിരുന്നല്ലേ ഇന്നലെ? നീ എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേന്നോ? എന്റെ ചാരിത്രം നീ നശിപ്പിച്ചില്ലേടി. എന്റെ എല്ലാം പോയില്ലേ? എന്നിട്ട് എന്തിനാ കരയുന്നേന്നോ? ഇനി എന്നെ ആര് കല്യാണം കഴിക്കും? അയ്യോ, എന്റെ എല്ലാം പോയേ. നീ കരയണ്ട, ഞാൻ നിന്നെ കെട്ടിക്കോളാം. നീയോ? അതൊന്നും വേണ്ട. പിന്നെ നിന്നെ ആര് കെട്ടുന്നാ? അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇന്നലെ നീ ബോധമില്ലാതെ എന്തോ ഒരു ഡീലിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ, നീയും ജിന്നും തമ്മിലുള്ള. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞോ? പിന്നെ ഡീലിനെ കുറിച്ചും നിന്റെ പ്രണയത്തെ കുറിച്ചും നീ എല്ലാം പറഞ്ഞു. അത് പിന്നെ നീ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. ഇന്നലെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ. ആ ധൈര്യമൊക്കെ ഇപ്പൊ എവിടെ പോയി? ബേബി, ക്യാൻ വി ഗോ ഫോർ അനദർ റൗണ്ട്? അങ്ങോട്ട് മാറി നിക്കടാ, ഞാൻ പോട്ടെ. ഈ കോലത്തിലാണോ നീ പോകാൻ പോന്നെ? നീ കണ്ണടക്കി, ഞാൻ ഡ്രസ്സ് ഇടട്ടെ. ഞാനെന്തിട്ട് ഇനി കണ്ണടയ്ക്കുന്നേ? എല്ലാം ഇന്നലെ കഴിഞ്ഞതല്ലേ. നിന്നോട് കണ്ണടക്കാനല്ലേ പറഞ്ഞത്? ഓ ശരി. പിന്നെ പോകുമ്പോൾ ആരും കാണാതെ വേണം പോകാൻ. താഴെ മമ്മി ഉണ്ടാകും. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാനുണ്ട്, പക്ഷെ ഇപ്പം വേണ്ട. നീ ഇനി ഇവിടെ നിന്നാൽ നമ്മൾ രണ്ടുപേരും ഒന്ന് കോളേജിൽ പോയിന്ന് വരില്ല. കുക്കി, നീ എവിടെയായിരുന്നു ഇത്ര നേരം? നിന്നെ ഞാൻ റൂമിൽ വന്ന് നോക്കിയിട്ട് കണ്ടില്ലല്ലോ. റൂമിലോ? എപ്പോ? രാവിലെ ഞാൻ നിന്നെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാനായിട്ട് വന്നതായിരുന്നു. ഞാൻ ഗാർഡനിലായിരുന്നു, അതാ നീ കാണാഞ്ഞേ. ഗാർഡനിലോ? ഗാർഡനിൽ എന്തിനാ ഇപ്പൊ പോയേ? അത് പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു പ്ലാന്റ് നട്ടായിരുന്നു, അത് വളരുന്നുണ്ടോന്നറിയാൻ പോയതാ. ശരി, നീ കുളിച്ചിട്ട് വാ, കഴിച്ചിട്ട് കോളേജിൽ പോകണ്ടേ? നീ വന്നോ? വാ, ഇരിക്ക്, കഴിക്കാം. ഏയ് വേണ്ടടാ, എനിക്ക് വിശപ്പില്ല. അതെന്താ, നീ വീട്ടിൽ നിന്ന് വല്ലതും കഴിച്ചിട്ടാണോ വന്നേ? ഏയ് അല്ല, എൻ്റെ വയറ് ഇന്നലെ രാത്രിയിലെ നിറഞ്ഞു, അതുകൊണ്ടിപ്പോൾ വിശപ്പ് തോന്നുന്നില്ല. അതിന് മാത്രം ഹെവി ആയിട്ട് നീ എന്താ രാത്രി കഴിച്ചേ? അത് മാത്രമല്ല, രാത്രി ഫുഡ് കഴിച്ചതാണെങ്കിലും രാവിലെ വിശക്കില്ലേ?
അങ്ങനെ പെട്ടെന്നൊന്നും വിശപ്പുണ്ടാകുന്നതല്ലെന്നേ ഞാൻ കഴിച്ചതല്ല കഴിപ്പിച്ചത്. അതെന്ത് ഫുഡാടാ? പിന്നെ കഴിപ്പിച്ചതാണെന്നോ? ആര് കഴിപ്പിച്ചു? എനിക്കൂടി പറഞ്ഞതാടാ ഫുഡിന്റെ പേര്. അതാകുമ്പോ രാവിലെ എനിക്ക് ഫുഡ് കഴിക്കുന്ന സമയത്തൂടി കിടന്നുറങ്ങാലോ. അത് പിന്നെ ആ ഫുഡ് എന്താന്ന് വെച്ചാലേ കുക്കി. ഏ ഞാനോ? നീ എങ്ങനെയാ ഫുഡ് ആവുക? നിനക്കറിയൊന്ന് ചോദിക്കാൻ വന്നതാ ഫുഡിന്റെ പേര്. ഞാനെങ്ങനെ അറിയാനാ നീ എന്താ കഴിച്ചതെന്ന്? ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് മിണ്ടായിരുന്നൂടെ?